ഹായ് ഓൾ ഫെല്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വൾണറബിലിറ്റി അനാലിസിസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെ എൻമാപ്പ് യൂസ് ചെയ്ത് വൾണറബിലിറ്റി കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നോക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മറ്റൊരു ടൂളാണ് ഞാൻ പറഞ്ഞിരുന്ന കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ സെക്ഷനിൽ മെയിനായിട്ട് 3 ടൂളിനെ പറ്റിയാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ ടൂൾ എൻമാപ്പ്, രണ്ടാമത്തെ ടൂളിനെ കുറിച്ചാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. ആ ടൂളിൻ്റെ പേരാണ് സെർച്ച്സ്പ്ലോയിറ്റ്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എങ്ങനെയാണ് മാനുവലി ഒരു വൾണറബിലിറ്റി കണ്ടുപിടിക്കുന്നത് എന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എൻമാപ്പ് യൂസ് ചെയ്ത് സ്ക്രിപ്റ്റ് സ്കാൻ വെച്ചിട്ടാണ് നമ്മൾ ഫുൾ കാര്യം ചെയ്തത്. ആ സ്കാൻ റൺ ആകുമ്പോൾ തന്നെ അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്താണ് ആ വൾണറബിലിറ്റി, അതെങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്ന് വരെ കണ്ടുപിടിച്ച് തരുമായിരുന്നു എൻമാപ്പ്. അപ്പോൾ നമ്മളൊരു ഓട്ടോമാറ്റിക് വേ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോ നോക്കിയത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു മാനുവൽ വേ ആണ്. മാനുവൽ വേ ഓഫ് ഫൈൻഡിങ് വൾണറബിലിറ്റി ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തായാലും ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യുന്നതിനേക്കാൾ എഫക്റ്റീവ് ആയിരിക്കും നമ്മൾ മാനുവലായിട്ട് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ആ എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ എൻ്റെ മെറ്റസ്പ്ലോയിറ്റബിൾ ഓണാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു എൻമാപ്പിൻ്റെ വേർഷൻ സ്കാൻ ഇവിടെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടി പോർട്ടിൻ്റെ അവസ്ഥ ഓപ്പൺ ആണെന്ന് കിട്ടി, സർവീസ്, അതിൻ്റെ വേർഷൻ നമ്പർ ഇവിടെ കിട്ടി. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വേർഷനിൽ എങ്ങനെയാണ് ഒരു വൾണറബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മാനുവലായി കണ്ടുപിടിക്കാൻ പോവുകയാണ്. നിങ്ങളിപ്പോൾ ഒരു പെൻ ടെസ്റ്റിംഗ് ചെയ്യുമ്പോഴായാലും നിങ്ങൾ മസ്റ്റായി ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോസില്ല ഫയർഫോക്സ് സ്റ്റാർട്ട് ആക്കുക. അതോടൊപ്പം തന്നെ നമ്മൾ ഈ വേർഷനും ഇതിൻ്റെ ഏതാണ് ആ പർട്ടിക്കുലർ സർവീസെന്നും അതിൻ്റെ വേർഷനൊന്നും ഒന്ന് അനലൈസ് ചെയ്യുക. ഇതൊരു ഔട്ട്ഡേറ്റഡ് വേർഷൻ ആണെങ്കിൽ അവിടെ ഒരു മോസ്റ്റ് പ്രോബബിളി അവിടെ ഒരു വൾണറബിലിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ആ വേർഷൻ അതിനോടൊപ്പം തന്നെ അതിൻ്റെ ചെറിയ സർവീസ് അതിനോടൊപ്പം തന്നെ അതിൻ്റെ വേർഷൻ കൂടെ കോപ്പി ചെയ്യുക. എന്നിട്ട് മോസിലയിൽ പോയിട്ട് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. ഇങ്ങോട്ട് നമ്മൾ സെർച്ച് ചെയ്യുക അതിൻ്റെ വേർഷൻ, എന്നിട്ട് സെർച്ച് ചെയ്യുക എക്സ്പ്ലോയിറ്റ്. ഇങ്ങനെ സെർച്ച് ചെയ്യുക. അപ്പോൾ ആ പർട്ടിക്കുലർ വേർഷനിൽ ഒരു എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഗൂഗിൾ സെർച്ച് റിസൾട്ടിലൂടെ ആ എക്സ്പ്ലോയിറ്റ് കണ്ടെത്താൻ സാധിക്കും. നമ്മുടെ വേർഷൻ എന്ന് പറയുന്നത് 2.3.4 ആണ്. അപ്പോൾ അതേ വേർഷനിൽ നമുക്കിവിടെ എക്സ്പ്ലോയിറ്റ് കാണാൻ സാധിക്കും. ബാക്ക് ഡോർ കമാൻഡ് എക്സിക്യൂഷൻ എന്നൊരു വൾണറബിലിറ്റി ഉണ്ട് ഈ ഒരു പർട്ടിക്കുലർ സർവീസ് വേർഷനിൽ. നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. റാപ്പിഡ്7 എന്ന വെബ്സൈറ്റിൽ ആ വൾണറബിലിറ്റിയും അതിൻ്റെ എക്സ്പ്ലോയിറ്റിനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഉണ്ട്. 2011 ഈ വൾണറബിലിറ്റി ക്ലോസ് ചെയ്തത്. ഓക്കെ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാം. ദിസ് മൊഡ്യൂൾ എക്സ്പ്ലോയിറ്റ്സ് എ മലീഷ്യസ് ബാക്ക് ഡോർ ദാറ്റ് വാസ് ആഡഡ് ടു ദ VSFTPD ഡൗൺലോഡ് ആർച്ചീവ്. ഓക്കെ, ഇതൊരു ബാക്ക് ഡോർ കമാൻഡ് എക്സിക്യൂഷൻ വൾണറബിലിറ്റി ആണ് ഈ പർട്ടിക്കുലർ വേർഷനിൽ അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് കാണാം അത് ക്രിയേറ്റ് ചെയ്തവരുടെ പേര്, അതേത് പ്ലാറ്റ്ഫോമിലാണ് റൺ ചെയ്യാൻ പറ്റുന്നത്. ഇത് ശ്രദ്ധിക്കണം, യുണിക്സ് ആണ്, നമ്മുടെ സിസ്റ്റം യുണിക്സ് ആണ്, അപ്പോൾ പ്രശ്നമില്ല. അതേപോലെ തന്നെ അതിൻ്റെ സോഴ്സ് കോഡ് ഓൾസോ കാണാം ഇവിടെ. നമുക്ക് സോഴ്സ് കോഡ് ഒന്ന് അനലൈസ് ചെയ്യാം. സോഴ്സ് കോഡ് ഗിറ്റ്ഹബിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് നമുക്ക് കാണാം. ഓക്കെ, ഇതൊരു പൈതൺ സ്ക്രിപ്റ്റ് ആണ്. പൈതണിലാണ് ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് കോഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ഫുൾ എക്സ്പ്ലോയിറ്റ് കാണാൻ സാധിക്കും. ഇതാണ് ആ കോഡ്. ഈ കോഡ് വെച്ച് നമുക്ക് ആ പർട്ടിക്കുലർ വൾണറബിലിറ്റി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇതിൻ്റെ മൊഡ്യൂൾ ഓപ്ഷൻസ് കൂടെ കാണാൻ സാധിക്കും. ഇത് എങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ള മെത്തേഡ്. ഈ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ നോക്കുന്നില്ല. ഇത് നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും. ഈ മൊഡ്യൂൾസ് ഒരു പർട്ടിക്കുലർ വൾണറബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലോയിറ്റ് യൂസ് ചെയ്ത് നമ്മളത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതി കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോയിറ്റേഷൻ സെക്ഷനിൽ പഠിക്കുന്നതായിരിക്കും. ഇത് ജസ്റ്റ് വൾണറബിലിറ്റി അനാലിസിസ് മാത്രമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് മാനുവലായിട്ട് ഒരു വൾണറബിലിറ്റി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നത്. നമുക്ക് വേറൊരു സർവീസ് വേർഷൻ കൂടെ എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആണോ നോക്കാം. ഇവിടെ നമുക്ക് കാണാം പോർട്ട് 80 TCP റണ്ണാവുന്ന HTTP ആണ്. അപ്പാച്ചി HTTPD 2.2.8 വേർഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സർവീസിന് വൾണറബിലിറ്റി അവൈലബിൾ ആണെന്ന് നോക്കാം. അപ്പോൾ ഇത് കോപ്പി ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഈ വേർഷൻ നമ്പറൂടെ കോപ്പി ചെയ്യണം. അപ്പോൾ ഇതനുസരിച്ചാണ് നമുക്ക് ആ പർട്ടിക്കുലർ വേർഷനിൽ വൾണറബിലിറ്റി അവൈലബിൾ ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ. ഇത് കോപ്പി ചെയ്തിട്ട് നമുക്ക് മുമ്പ് ചെയ്ത അതേ മെത്തേഡ് തന്നെ ഇവിടെ പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് എക്സ്പ്ലോയിറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ കാണുന്ന ഒരു വെബ്സൈറ്റ് കാണാം. CVE ഡീറ്റെയിൽസ്, കോമൺ വൾണറബിലിറ്റി എല്ലാം അവൈലബിൾ ആയിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണത്. അപ്പോൾ നമുക്ക് ആ വെബ്സൈറ്റിലേക്ക് പോയി നോക്കാം. ഓക്കെ, നമുക്ക് കാണാം ആ പർട്ടിക്കുലർ വേർഷനിൽ ഇത്രയും വൾണറബിലിറ്റീസ് അവൈലബിൾ ആണ്.
CVE. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ഒരു ഫോർമാറ്റിന്റെ മീനിങ് CVE-2016, അതായത് ആ വൾണറബിലിറ്റി കണ്ടുപിടിച്ച വർഷമാണത്, പിന്നെ അതിന്റെ പർട്ടിക്കുലർ നമ്പറും ആണിത്. അപ്പോൾ നടുക്ക് വരുന്നതെന്ന് പറയുന്നത് ആ വൾണറബിലിറ്റി എന്നാണോ കണ്ടുപിടിച്ചത് ആ പർട്ടിക്കുലർ ഇയർ ആണ് അത് മെൻഷൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കാണാം CVID ഉണ്ട്, എന്ത് ടൈപ്പ് ഓഫ് വൾണറബിലിറ്റി ആണെന്ന് കൊടുത്തിട്ടുണ്ട്. HTTP/R, സ്പ്ലിറ്റർ, DOS, ബൈപ്പാസ്, XSS, അങ്ങനെ ടൈപ്പ് ഓഫ് വൾണറബിലിറ്റി, അതെന്നാണ് പബ്ലിഷ് ചെയ്യുന്നുള്ള ഡേറ്റ്, അതെന്നാണ് അവസാനമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുള്ള ഡേറ്റ്. പിന്നെ നമുക്ക് കാണാം സ്കോർ എന്ന് പറഞ്ഞൊരു കാണാം. സ്കോർ എന്ന് പറയുന്നത് ആ വൾണറബിലിറ്റിയുടെ ഇമ്പാക്റ്റ് തന്നെയാണ് പറയുന്നത്. നമുക്കിവിടെ കാണാം സ്കോർ 4.3 ആണ്. അതിന്റെ കളർ ഓൾസോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും യെല്ലോ ആണ്. അപ്പോൾ ഈ കളറിന്റെ ബ്രൈറ്റ്നസ് കൂടി വരുന്തോറും അത് ഇമ്പാക്റ്റ് ഹൈ ആണെന്നാണ് മീനിങ്. അല്ലെങ്കിൽ സ്കോർ കുറവാണെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് കുറവാണെന്നും. സ്കോർ എന്ന് പറയുന്നത് 10ലാണ്. അപ്പോൾ 10ല് ഇപ്പോൾ ഒരു 9 ആണെങ്കിൽ ഹൈ ഇമ്പാക്റ്റും, 10ൽ 10 വളരെ ഹൈ ഇമ്പാക്റ്റ് വൾണറബിലിറ്റി ആയിരിക്കും. അതേപോലെ 10ൽ ഇപ്പോൾ ഒരു 4.3 ഒക്കെ ആണെങ്കിൽ അത്ര ഇമ്പാക്റ്റ് ഇല്ല, ലോ ഇമ്പാക്റ്റ് ആണ്. അതാ നമുക്കിവിടെ ഗ്രീൻ കളർ കാണാം, മീൻസ് 2.6 ആണ് അതിന്റെ റേറ്റിംഗ്. അത് വളരെ ലോ ഇമ്പാക്റ്റ് വൾണറബിലിറ്റി ആണ്. ഇവിടെ എല്ലാം നമുക്ക് ലോ ഇമ്പാക്റ്റ് ആണ് കിട്ടുന്നത്, കണ്ടോ. ഇപ്പോൾ ഹൈ ഇമ്പാക്റ്റ് വൾണറബിലിറ്റി ആയിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു റെഡ് കളർ കിട്ടിയാനെ. നമുക്ക് നോക്കാം, ഇത് ഓരോരോ കൊടുത്തിട്ടുണ്ട്. CVS സ്കോർസ് ഗ്രേറ്റർ ദാൻ, നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ഇതിന്റെ റേറ്റിംഗ് അനുസരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു 9 എടുത്ത് നോക്കാം. 9ൽ വൾണറബിലിറ്റി അത്ര ഹൈ ആയ വൾണറബിലിറ്റി ഒന്നും തന്നെ ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ 5 വരെയൊക്കെയാണ് ഇതിന് മാക്സിമം ആയിട്ട് വൾണറബിലിറ്റി ഉള്ളത്. നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ എന്ന്. ഓക്കെ, 5 വരെയാണ് ഈ ഒരു പർട്ടിക്കുലർ വൾണറബിലിറ്റിക്ക് മാക്സിമം ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാനുവലായിട്ട് ഒരു വൾണറബിലിറ്റിയെ കുറിച്ച് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വെബ്സൈറ്റ് മാത്രമല്ല, നമുക്ക് കണ്ടായിരുന്നു, നമ്മളിത് ഇപ്പോൾ കയറിയത് നമ്മൾ ആദ്യം കണ്ട ലിങ്കിലാണ്. അത് മാത്രമല്ല ധാരാളം വേറെയും ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വെളിയിൽ കിട്ടിയിരുന്നു. നമുക്ക് അതുകൂടെ നോക്കാം. ഓക്കെ, ഇതാ കാണാം അപ്പാച്ചി മോഡ്, IS API ഡാംഗ്ലിംഗ് പോയിന്റർ, പോർട്ട് 80 TCP. ഇതാ നമുക്കിപ്പോൾ കിട്ടിയ അതേ വൾണറബിലിറ്റി ഇവിടെ അവൈലബിൾ ആണെന്ന് പറയുന്നത്. ഉബുണ്ടുവിൽ മെമ്മറി ലീക്ക്, അങ്ങനെ പല ടൈപ്പ് ഓഫ് വൾണറബിലിറ്റീസ് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു സർവീസ് വേർഷൻ സ്കാൻ നടത്തിയതിന് ശേഷം അതിൻ്റെ ഏത് വേർഷൻ ആണെന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ആ പർട്ടിക്കുലർ അത് കോപ്പി ചെയ്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ എക്സ്പ്ലോയിറ്റ് സെർച്ച് ചെയ്യുന്ന മെത്തേഡാണ് നമ്മൾ നോക്കിയത്. ഇതെങ്ങനെയാണ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന അപ്കമിങ് സെക്ഷനായ എക്സ്പ്ലോയിറ്റേഷനും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വൾണറബിലിറ്റി അനാലിസിസ് നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ടൂളാണ് സെർച്ച്സ്പ്ലോയിറ്റ്. ഞാൻ വീഡിയോയുടെ ആദ്യം പറഞ്ഞിരുന്നു സെർച്ച്സ്പ്ലോയിറ്റ് ടൂളിനെ കുറിച്ച്. നമ്മൾ മാനുവലായി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതേ കാര്യം ഒരു ടൂളിൻ്റെ സഹായത്തോടു കൂടെ ചെയ്യാൻ സാധിക്കും. അത് നമുക്ക് ഇപ്പോൾ കൊടുത്തു നോക്കാം. സെർച്ച്സ്പ്ലോയിറ്റ് -ഹെൽപ്പ് നോക്കാം. നമുക്കിതിൻ്റെ കാണാം അതെന്താണ് ടൂൾ എന്നുള്ളത്. പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് സെർച്ച്സ്പ്ലോയിറ്റ് സ്പേസ് ആ പർട്ടിക്കുലർ സർവീസിൻ്റെ കൊടുക്കുകയാണെങ്കിൽ ആ നമ്മുടെ കാലിനെക്സിൻ്റെ ഡാറ്റാബേസിൽ പോയിട്ട് ആ പർട്ടിക്കുലർ വേർഷനിൽ എന്തെങ്കിലും എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആണെന്ന് നോക്കിയിട്ട് നമുക്ക് ഔട്ട്പുട്ട് തരും. നമുക്കൊരു എക്സാമ്പിൾ കാണാം. സെർച്ച്സ്പ്ലോയിറ്റ് സ്പേസ്, ഇതൊരു സർവീസാണ്. അതിൻ്റെ പേര് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ കിട്ടിയ ഔട്ട്പുട്ടിൽ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് പോർട്ട് 6667 അൺറിയൽ IRCD എന്നൊരു സർവീസ് റൺ ആവുന്നുണ്ട്. അപ്പോൾ അത് കോപ്പി ചെയ്തിട്ട് നമുക്ക് സെർച്ച്സ്പ്ലോയിറ്റ് വഴി എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള കമാൻഡ് എന്ന് പറയുന്നത് സെർച്ച്സ്പ്ലോയിറ്റ് സ്പേസ് ആ പർട്ടിക്കുലർ സർവീസിൻ്റെ പേരോട് കൊടുക്കാം. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം എക്സ്പ്ലോയിറ്റ് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് അൺറിയൽ IRCD 3.2.8.1 വേർഷനിൽ ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ വൾണറബിലിറ്റി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വേറെ ഉണ്ട് 3.2.8.1 ലോക്കൽ കോൺഫിഗറേഷൻ സ്റ്റാക്ക് ഓവർഫ്ലോ എന്ന വൾണറബിലിറ്റി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ റിമോട്ട് ഡൗൺലോഡർ എക്സിക്യൂട്ട്, റിമോട്ട് ഡിനയൽ ഓഫ് സർവീസ്, അങ്ങനെ 4 ടൈപ്പ് ഓഫ് വൾണറബിലിറ്റീസ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ വേർഷനിൽ നമുക്ക് കിട്ടി. ഇപ്പോൾ ഇതിൻ്റെ കേസ് മാത്രമല്ല, ഇതിൽ ഏത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് അസോസിയേറ്റ് ആയിട്ടിരിക്കുന്ന വൾണറബിലിറ്റീസ് എല്ലാം തന്നെ ഈ സെർച്ച്സ്പ്ലോയിറ്റ് ടൂൾ കണ്ടുപിടിച്ച് തരും. അതിൻ്റെ വലത് ഭാഗത്ത് തന്നെ നമുക്ക് ആ വൾണറബിലിറ്റി എവിടെയാണോ അവൈലബിൾ ആയിരിക്കുന്നത് അതിൻ്റെ പാത്ത് കൂടെ കൊടുത്തിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ വൾണറബിലിറ്റിയുടെ എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആയിരിക്കുന്നത് ലിനക്സിൽ റിമോട്ടിൽ 16922.RB. ഇതാണ് ആ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് എന്ന് പറയുന്നത്. ഈ .RB എന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് കോഡ് ചെയ്തിരിക്കുന്നത് റൂബി ലാംഗ്വേജിലാണ്. അതിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ .RB എന്ന് പറയുന്നത്. ഇതിപ്പോൾ പൈത്തൺ ആയിരുന്നെങ്കിൽ .py വന്നേനെ.
അങ്ങനെ PHP ആണെങ്കിൽ .php, അങ്ങനെ പല ഓരോ ടൈപ്പ് ലാംഗ്വേജിനും ഓരോ ടൈപ്പ് എക്സ്റ്റൻഷനാണ്. ഇവിടെ വന്നിരിക്കുന്നത് .rb, അതായത് റൂബി ലാംഗ്വേജിലാണ് ഈ എക്സ്പ്ലോയിറ്റ് കോഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ബാക്കി നമുക്ക് കാണാം. സെക്കൻഡ് പറയുന്നത് വിൻഡോസ് ആണ്. ഇതും വിൻഡോസ് ആണ്. ഇപ്പോൾ നമ്മുടെ മെറ്റാസ്പ്ലോയിറ്റബിൾ മെഷീൻ ഇവിടെ ലിനക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വിൻഡോസിന്റെ എക്സ്പ്ലോയിറ്റിലേക്ക് കയറുന്നില്ല. നമുക്ക് ലിനക്സിന്റെ തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പ്ലോയിറ്റ് ഇത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാം. ഇത് എവിടെയാണെന്ന് കറക്റ്റ് അറിയാൻ വേണ്ടി നമുക്ക് ലൊക്കേറ്റ് കമാൻഡ് യൂസ് ചെയ്യാം. ലൊക്കേറ്റ് കമാൻഡ് യൂസ് ചെയ്തിട്ട് ഇത് അങ്ങോട്ട് കൊടുക്കാം. ഇത് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്താൽ മതി. കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് നമ്മുടെ ഏത് ഫോൾഡറിലാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നുള്ളതിന് കറക്റ്റ് പാത്ത് വരും. യൂസറിലെ ഷെയറിൽ എക്സ്പ്ലോയിറ്റ് ഡാറ്റാബേസ് എന്ന ഫോൾഡറിനകത്ത് എക്സ്പ്ലോയിറ്റ്സിൽ ലിനക്സിൽ അതിൽ റിമോട്ടിക്കുള്ളിലാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് അവൈലബിൾ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പാത്തിലേക്ക് പോയി നോക്കാം. അപ്പോൾ അതിൻ്റെ പാത്ത് കോപ്പി ചെയ്യുക, CD കൊടുക്കാം, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. എന്നിട്ട് LS കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും അവിടെ എക്സ്പ്ലോയിറ്റ്സ് അവൈലബിൾ ആണ്. നമുക്കിവിടെ വേണ്ട ഏതാണ്? 16922.rb ആണ്. അപ്പോൾ നമുക്കത് മാത്രം ഒന്ന് നാനോ ചെയ്ത് നോക്കാം. നാനോ 16 എന്തായിരുന്നു കറക്റ്റ്? 16922 ആണ്. ഓക്കെ, 922.rb നാനോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റിന്റെ കോഡിങ്സും കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. ഇതാ കണ്ടോ, അൺറിയൽ IRCD 3282 കൊണ്ട് ബാക്ക്ഡോർ ആണ്. ബാക്ക്ഡോർ കമാൻഡ് എക്സിക്യൂഷൻ വൾണറബിലിറ്റി ആണ് ഈ പർട്ടിക്കുലർ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ മെറ്റാസ്പ്ലോയിറ്റ് ഫ്രെയിംവർക്ക് കാണാം. നമ്മളിത് ഇവിടെ കവർ ചെയ്യുന്നില്ല, അടുത്ത സെക്ഷനിൽ കവർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അത് കോഡ് ചെയ്തേക്കുന്നതെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പർട്ടിക്കുലർ വൾണറബിലിറ്റിയെ കുറിച്ച് കണ്ടുപിടിക്കുന്നത് സെർച്ച്സ്പ്ലോയിറ്റ് ടൂൾ യൂസ് ചെയ്ത്. നമ്മളിപ്പോൾ ഇന്ന് പഠിച്ചത് മാനുവലായിട്ട് എങ്ങനെ ഒരു വൾണറബിലിറ്റിയെ കുറിച്ച് സെർച്ച് ചെയ്ത് അതിൻ്റെ എക്സ്പ്ലോയിറ്റ് കണ്ടുപിടിക്കാമെന്നും, അതേപോലെ തന്നെ സെർച്ച്സ്പ്ലോയിറ്റ് ടൂൾ യൂസ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ വൾണറബിലിറ്റിയെ കുറിച്ച് കണ്ടുപിടിക്കുന്നതും അതിൻ്റെ എക്സ്പ്ലോയിറ്റ് നമ്മുടെ ലിനക്സ് ഡാറ്റാബേസിൽ നിന്ന് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ 2 ടൂളിനെ കുറിച്ച് പഠിച്ചു. വൾണറബിലിറ്റി അനാലിസിസിന് ഒന്ന് nmap സ്ക്രിപ്റ്റിങ്, ഇപ്പോൾ സെർച്ച്സ്പ്ലോയിറ്റ് ടൂള്, അല്ലാതെ മാനുവലായിട്ട് സെർച്ച് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഈ മാനുവലായിട്ട് സെർച്ച് ചെയ്ത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന രീതിയാണ്. കാരണം ഓട്ടോമേഷൻ ചില സമയത്തിൽ ആക്യുറസി കറക്റ്റായിട്ട് ഉണ്ടാവില്ല. മാനുവലായി സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്യും, അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കും. അപ്പോൾ എപ്പോഴും മാനുവലായി സെർച്ച് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയിൽ നമ്മൾ മറ്റൊരു ടൂളിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതായിരിക്കും, വൾണറബിലിറ്റി അനാലിസിസിന് സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൽ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു nmap സ്ക്രിപ്റ്റ് സ്കാനിൽ ഫയർവാൾ ബൈപ്പാസ് ചെയ്തതിൽ. അപ്പോൾ ആ സ്ക്രിപ്റ്റ് ഞാൻ റൺ ചെയ്തത് എൻ്റെ മെറ്റാസ്പ്ലോയിറ്റബിൾ മെഷീനിലാണ്. ആക്ച്വലി മെറ്റാസ്പ്ലോയിറ്റബിൾ മെഷീനിൽ ഫയർവാൾ ഒന്നും തന്നെ വരുന്നില്ല. അതൊരു മിസ്റ്റേക്ക് ആയിരുന്നു. അപ്പോൾ അതൊന്ന് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ വിൻഡോസ് 7 കുറച്ച് മെഷീനിലൊന്ന് റൺ ചെയ്ത് കാണിക്കാം. ഓക്കെ, അപ്പോൾ ആ പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് റൺ ചെയ്യാനുള്ള കമാൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, CD/user ഷെയറിനകത്ത് nmapനകത്ത് സ്ക്രിപ്റ്റ്സിനകത്തിലായിരുന്നു ആ വൾണറബിലിറ്റി ഉള്ളത്. LS കൊടുത്തു കഴിഞ്ഞാൽ ഇതായിരുന്നു പർട്ടിക്കുലർ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഫയർവാൾ ബൈപ്പാസ് .nsc എന്ന് പറയുന്നതായിരുന്നു ആ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് കോപ്പി ചെയ്യാം. എന്നിട്ട് ഇത് റൺ ചെയ്യേണ്ടത് ആക്ച്വലി ഒരു ഫയർവാൾ ഉള്ള മെഷീനിലാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ റൺ ചെയ്തത് മെറ്റാസ്പ്ലോയിറ്റബിളിലാണ്, അവിടെ ഫയർവാൾ വരുന്നില്ല. അപ്പോൾ ഞാനിവിടെ എൻ്റെ വിൻഡോസ് 7 മെഷീൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ വിൻഡോസ് 7 മെഷീൻ റണ്ണിങ് ആണ്. ഇവിടെ നമുക്ക് കൺട്രോൾ പാനൽ നോക്കിക്കഴിഞ്ഞാൽ സിസ്റ്റം ആൻഡ് സെക്യൂരിറ്റിയിൽ വിൻഡോസ് ഫയർവാൾ ഓൺ ആണ്. ഓക്കെ, ഇതിൻ്റെ IP അഡ്രസ് കൂടെ നമുക്ക് നോക്കാം. CMD പോയിട്ട് ഇതാണ് എൻ്റെ 192.168.1.19, ഇതാണ് എൻ്റെ IP അഡ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ പർട്ടിക്കുലർ nmap സ്ക്രിപ്റ്റ് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാനുള്ള കമാൻഡ് sudo nmap -script firewall bypass.nsc സ്പേസ് നമ്മുടെ വിൻഡോസിൻ്റെ IP അഡ്രസ് 1.19. ഇനി നമുക്ക് നോക്കാം ഈ സ്ക്രിപ്റ്റ് വർക്കിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. കഴിഞ്ഞ വീഡിയോ നമ്മൾ നോക്കിയത് മെറ്റാസ്പ്ലോയിറ്റബിളിലായിരുന്നു, അവിടെ ഫയർവാൾ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അറിയില്ല അത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. ഓക്കെ, സ്റ്റിൽ
ഈ സ്ക്രിപ്റ്റ് വർക്കിംഗ് അല്ല. നമുക്ക് കാണാം ഇവിടെ ഇപ്പോഴും കാണിക്കുന്നത് 993 ഫിൽറ്റേർഡ് പോർട്സ് എന്നാണ്. നമുക്കൊരു പോർട്ടും തന്നെ ഫയർവാളിന്റെ ബൈപ്പാസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഈ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത്. അപ്പോൾ ഇതൊന്ന് ക്ലാരിഫൈ ചെയ്തതാണ്, ആ ഒരു മിസ്റ്റേക്ക് ക്ലാരിഫൈ ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ റൺ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. എന്നാലും അപ്പോൾ ഇപ്പോഴും നമുക്ക് ഫയർവാൾ ബൈപ്പാസ് ചെയ്യാൻ ഈ എൻമാപ്പ് സ്ക്രിപ്റ്റിന് സാധിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്തത്. മാനുവലി ഫൈൻഡിങ് വൾണറബിലിറ്റീസ് ആണ്, അതേപോലെ തന്നെ സെർച്ച്സ്പ്ലോയിറ്റ് ടൂള്, ഇതൊക്കെയാണ് ഇന്ന് കവർ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് അയയ്ക്കുക. അവിടെ നിങ്ങളുടെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ടൂളിനെ പറ്റി പഠിക്കാൻ നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.